هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واعبد ربك حتى يأتيك اليقين. ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിന്റെ ശേഷം ഇതാദ്യമായി നമുക്ക് ഇതുപോലെ ഒരുമിച്ചിരിക്കുവാനും ദീനിയായ ഏതാനും കാര്യങ്ങൾ സംസാരിക്കുവാനും അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സർവശക്തൻ നമുക്കെല്ലാം കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ ശേഷം ആളുകളെ പൊതുവെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 2-3 തരം ആളുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ അവർ പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പുള്ള ജീവിതത്തിലും വളരെ സൂക്ഷ്മതയും തഖ്വയുമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് പരിശുദ്ധ റമദാൻ കൂടി വന്നപ്പോൾ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഉന്മേഷവും തഖ്വാബോധവും അവരിൽ റമദാൻ വന്നപ്പോൾ കൂടുതലുണ്ടായി.
റമദാൻ കഴിഞ്ഞപ്പോഴും മാറ്റങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ റമദാൻ കൊണ്ട് ലഭിച്ച വീര്യവും ഉന്മേഷവും ഇപ്പോഴുള്ള ജീവിതത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ പറയുന്ന ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്, അവർ മഹാന്മാരാണ്, അല്ലാഹുവിങ്കൽ നിന്ന് വലിയ തൗഫീഖ് കിട്ടുന്ന ആളുകളാണ്. റബ്ബുൽ ആലമീൻ നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറൊരു വിഭാഗം ആളുകൾ അവർ പരിശുദ്ധ റമദാനിന്റെ മുമ്പുള്ള ജീവിതത്തിലും റമദാൻ വന്നപ്പോഴും റമദാൻ കഴിഞ്ഞപ്പോഴുമൊക്കെ ഒരേപോലെ ജീവിക്കുന്നവരാണ്. തെമ്മാടിത്തവും തോന്നിവാസവും ധിക്കാരവും ഹറാമുകളും തോന്നിയതുപോലെയുള്ള ജീവിതം ഏത് കാലഘട്ടത്തിലും അവർക്ക് റമദാൻ വന്നപ്പോഴും മാറ്റമുണ്ടായില്ല, കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ. അത്തരത്തിലുള്ള തോന്നിവാസികളുടെ ആ രൂപത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമതൊരു വിഭാഗത്തെ കാണുന്നു. അവർ പരിശുദ്ധ റമദാൻ വന്നപ്പോൾ മാറ്റം വരുത്തിയവരാണ് ജീവിതത്തിൽ. പരിശുദ്ധ റമദാനിൽ ഏറെ തഖ്വയും സൂക്ഷ്മതാബോധവുമൊക്കെ നിലനിർത്തി ജീവിച്ചവരാണ്. പരിശുദ്ധ റമദാനിൽ അവർ കൃത്യമായി ഇസ്ലാമിന്റെ നിയമാവലികളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, റമദാൻ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ വിഭാഗത്തിൽ മാറ്റങ്ങളാണ് കാണുന്നത്. എന്ത് മാറ്റം? റമദാൻ കൊണ്ടുണ്ടായ മാറ്റം ശവ്വാലിലില്ല. റമദാനിൽ അവർക്ക് നല്ല ഉന്മേഷവും തഖ്വയുമൊക്കെ ഉണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോൾ ശവ്വാൽ തുടങ്ങിയുള്ള ജീവിതത്തിൽ ഉടനീളം വലിയ മാറ്റം കാണുന്നു. റമദാനിനെ അപേക്ഷിച്ച് അവരുടെ പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയതായി കാണുന്നു. പഴയകാല തോന്നിവാസ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയതായി കാണുന്നു. ഈ പറയുന്ന മൂന്നാമത്തെ വിഭാഗത്തിലാണ് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളെ കാണുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ചാണ് ഒരല്പം പറയാനുള്ളത്. നമ്മൾ ഏത് വിഭാഗത്തെയാണെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം റമദാനിലാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം നിന്നെ പിടികൂടുന്നതുവരെ, മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ, നിന്റെ റബ്ബിനെ നീ ആരാധിച്ചോളണം. മുസ്ലിമിനുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താണ്? പള്ളിയിലാകുമ്പോൾ തഖ്വ, മാർക്കറ്റിലാകുമ്പോൾ തഖ്വ ഇല്ലായ്മ, റമളാനിലാകുമ്പോൾ തഖ്വ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ തഖ്വ ഇല്ലായ്മ, ഏതെങ്കിലും ചില ആളുകളുടെ കൂട്ടത്തിലാകുമ്പോൾ സൂക്ഷ്മതയുള്ള ജീവിതം, ഒറ്റക്കുള്ള ജീവിതത്തിലാണെങ്കിൽ സൂക്ഷ്മത ഒഴിവാക്കുക. ഈ ഇരട്ടത്താപ്പ് ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. മുസ്ലിമിനോട് റബ്ബുൽ ആലമീൻ കൽപ്പിച്ചത് നീ എപ്പോഴും അല്ലാഹുവിനെ ആരാധിക്കണം. എപ്പോഴും, മരണം വരെ നിന്റെ ബാധ്യതയാണ്. എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം. നീ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്താണ്. ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ. പടച്ച റബ്ബിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കണേ. ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും, എവിടെയായിരുന്നാലും സ്ഥലം നോക്കിയിട്ട്, മാസം നോക്കിയിട്ട്, തരം നോക്കിയിട്ട്, സന്ദർഭം നോക്കിയിട്ടൊക്കെ ഒരു തഖ്വ അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇന്ന് മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് കാണുന്നത്. റമളാനിലുള്ള വീര്യം കാണാനില്ല. റമളാനിലുള്ള ഒരു അവസ്ഥയും മാനസികമായ ഉന്മേഷവും ഇബാദത്തുകളുടെ കാര്യത്തിൽ കാണാനില്ല. എന്തേ? റബ്ബിന് മാറ്റം വന്നോ? റമളാനിൽ നമ്മെ നോക്കിയ, നമ്മെ അറിഞ്ഞ, നമ്മെ നിരീക്ഷിച്ച അതേ റബ്ബ് തന്നെയല്ലേ ഇപ്പോഴും നമ്മുടെയൊക്കെ കൂടെയുള്ളത്? ഇപ്പോഴും ആ നാഥൻ തന്നെയല്ലേ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അവനല്ലേ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ,
നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്. ഏത് സമയത്തും അല്ലാഹുവിന്റെ നിരീക്ഷണമുണ്ട്. ഒറ്റക്കിരിക്കുകയാണെങ്കിലും അള്ളണ്ട്. അള്ളാന്റെ നോട്ടം, അവന്റേതായ കാഴ്ച, കേൾവി, ഒരിടത്തൊരു സെക്കൻഡ് പോലും. ഇദാ മാ ഖലൗത ദഹറ യൗമൻ ഫലാ തഖുൽ خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعة ولا أن ما تخفي عليه يغيب. ഒരു കവി നമ്മോട് ഉപദേശിക്കാൻ, നീ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും നീ പറയരുത് ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന് പറയരുത്, ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന് പറഞ്ഞു പോകരുത്. വലാകിൻ പക്ഷേ നീ നിന്റെ മനസ്സിനെ പതിപ്പിക്കണം. അലയ്യ റഖീബ്, എന്റെ മേൽ നിരീക്ഷകനുണ്ട്. നീ ഒരിക്കലും വിചാരിക്കരുത് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും അല്ലാഹ് അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത്. ഒരു സെക്കൻഡ് നേരത്തേക്ക് അല്ലാഹ് അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത്. നീ എന്തെങ്കിലും ഒളിച്ച് രഹസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് പടച്ച റബ്ബിന് അജ്ഞാതമാണെന്നും അവനത് അറിയുന്നില്ലെന്നും നീ ഒരിക്കലും ധരിച്ചു വശാകരുത് എന്ന് വളരെ അർത്ഥവത്തായ ഒരു കവിതാ ശകലം നമ്മുടെ ഓർമ്മകളിൽ എന്നും നാം കേൾക്കാറുള്ളതാണ്. വല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അക്രമികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ചും അവൻ അശ്രദ്ധനാണെന്ന് ആരും വിചാരിക്കണ്ട. പരിശുദ്ധ ഖുർആൻ ഒട്ടേറെ സ്ഥലത്ത് താക്കീത് നടത്തിയിട്ടുള്ള സംഗതിയാണിത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധ റമളാനിന്റെ ശേഷം ഉള്ള ജീവിതത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് ഓരോരുത്തരും അവരവരോടാണ് ചോദിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ റമളാൻ കഴിഞ്ഞു എന്ന ഒരു ബോധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയായിരുന്നുവോ? മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു നന്മ കഴിഞ്ഞാൽ ആ നന്മ ചെയ്തല്ലോ എന്ന അഹങ്കാരമല്ല ഉണ്ടായിരുന്നത്. ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നിപ്പോ നമുക്ക് തോന്നുന്നില്ലേ? പലരുടെയും മനസ്സുകളിൽ റമളാൻ കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ, ഞാൻ ഈ റമളാനിൽ എന്തൊക്കെയോ കാര്യമായി ചെയ്തിട്ടുണ്ട്. ഞാൻ നോമ്പെടുത്തു, ദീർഘമായി നമസ്കരിച്ചു, ഖുർആൻ ഖത്മുകൾ ഓതിത്തീർത്തു, ഫിത്ർ സക്കാത്ത് നൽകി, ദാനധർമ്മങ്ങൾ നൽകി, ഖുർആൻ ഒരുപാട് ഓതി, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. ഇനി എനിക്ക് ആരെന്തോ തടസ്സമൊന്നും മരിച്ചിട്ടില്ല, അത്രയൊക്കെ സ്വർഗത്തിൽ കയറാൻ പ്രയാസമുള്ളൂ. മനുഷ്യന്റെ മനസ്സ് അവനോട് ഇങ്ങനെ പറയാൻ ഒരു തന്നെക്കുറിച്ചുള്ള ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം, ഒരു അതിരുകടഞ്ഞ ആത്മവിശ്വാസം. എന്നാൽ മഹാന്മാരായ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. അവരങ്ങനെയായിരുന്നില്ല. ഇവർ നോക്കൂ, ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കിയാലും, വലിയ വലിയ മഹാന്മാരുടെ ദുആകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു കാര്യം ചെയ്താലും അവർക്ക് സമാധാനമില്ല. ഇത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന ഭീതി അവരുടെ മനസ്സിൽ എന്നും നിലനിന്നിരുന്നു. നമുക്കൊന്നും അങ്ങനെ തോന്നലില്ല. നമ്മളൊക്കെ കണക്കൂട്ടി നോമ്പ് നോട്ടില്ലേ, അതവിടെ കഴിഞ്ഞു, അതവിടെ കിട്ടി, അതവിടെ പ്രതിഫലം രേഖപ്പെട്ടു എന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. ആരുടെ മുമ്പിലാ പ്രതിഫലത്തിന് പോയി നിൽക്കേണ്ടത്? സഹോദരാ സഹോദരി, പടച്ച റബ്ബിന്റെ ദർബാറിൽ, അവന്റെ കൊട്ടാരത്തിൽ, അതല്ലെങ്കിൽ നാളെ മഹ്ശറിൽ, അവന്റെ കോടതിയിൽ ജനകോടികളുടെ ഒപ്പം ഞാനും നിങ്ങളും പോയി നിൽക്കും. എന്തും കൊണ്ടാ പോയി നിൽക്കുന്നത്? ആരുടെ കൂടെയാ പോയി നിൽക്കുന്നത്? വലിയ വലിയ മഹാന്മാരവിടെ നിൽക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കന്മാർ, ദീനിന്റെ മാർഗത്തിൽ അടരാടി പോരാടിയ ശഹീദുകൾ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ, വലിയ വലിയ മഹാന്മാരൊക്കെ അവർ നിസ്കരിച്ച നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജിന്റെയൊക്കെ കൂലി കാണാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ കാത്തുനിൽക്കുന്ന കൂട്ടത്തിലാണ് സാധുക്കളായ നമ്മളും പോയി നിൽക്കുന്നത്. അവരും നിസ്കരിച്ചു, നമ്മളും നിസ്കരിച്ചു, അവരും നോമ്പെടുത്തു, നമ്മളും നോമ്പെടുത്തു, അവരും ഹജ്ജ് ചെയ്തു, നമ്മളും ഹജ്ജ് ചെയ്തു, അവരും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, നമ്മളും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കേണ് പ്രതിഫലം കാണാൻ. ആരുടെ കൂട്ടത്തിലാ പോയി നിൽക്കുന്നത്? വലിയ മഹാന്മാർ അവരുടെ നിസ്കാരത്തിന്റെ കൂലി കാത്തു വെക്കുമ്പോ നമ്മളും നിൽക്കുന്നുണ്ട്, നമ്മളും നിസ്കരിച്ച് കൂലി കിട്ടാൻ. ആലോചിക്കണം, ആരുടെ കൂടെയാ പോയി നിൽക്കുന്നത്? ഒരു രാജാവ്, ഒരു രാജ്യം ഭരിക്കുന്ന വലിയ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ദർബാറിലേക്ക് രാജ്യത്തുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചു
വിളിച്ചു വരുത്തിയപ്പോൾ അവിടെയുള്ള വലിയ സമ്പന്നരും വലിയ നേതാക്കളും വലിയ പ്രമാണിമാരുമൊക്കെ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വലിയ സമ്മാനങ്ങളും കൊണ്ട് പോയി നിൽക്കുമ്പോൾ നമ്മളൊന്ന് സങ്കല്പിക്കുക, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരികൾ നമ്മളെ വിളിച്ചപ്പോ നമ്മളും ചെറിയൊരു വർണ്ണക്കടലാസിന്റെ ഒരു സമ്മാനവും കൊടുത്തിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്തിന് രാജാവിന് സമർപ്പിക്കാൻ. എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരത്തിന്റെ കൂലി കാത്തു നിൽക്കുന്ന മഹ്ശറിൽ മഹാനായ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ഇവരൊക്കെ സൽക്കർമ്മത്തിന്റെ അതിന്റെ കൂലി മോഹിച്ചു നിൽക്കുന്ന മഹ്ശറിലാണ് സാധുക്കളായ നമ്മുടെ നോമ്പും നിസ്കാരവും ഒക്കെ കൊണ്ട് നമുക്ക് പോയി നിൽക്കേണ്ടത്. എത്രമാത്രം സ്വീകാര്യതയുണ്ടാകും, എത്രമാത്രം സ്വീകാര്യതയുണ്ടാകും? ആ ബോധി നമുക്കുണ്ടോ? അത്ര വലിയ മഹാന്മാര് പോലും ബോധിച്ചിട്ടുണ്ട്. പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഞങ്ങളൊക്കെ ചെയ്തിട്ട് സ്വീകരിക്കാതെ എവിടെ പോകാനാ എന്ന ഉൾനാട്ടവും തിരുവെന്നും നമുക്കൊക്കെ തോന്നുന്ന ആ ഒരു ധാരണ നമ്മുടെ മുൻഗാമികളായ നേതാക്കൾക്ക്, മഹാന്മാർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഖലീലുള്ള എന്ന സ്ഥാനപ്പേരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനുള്ളത്. അർത്ഥം പറയേണ്ടതില്ലല്ലോ. പടച്ച റബ്ബിന്റെ ആത്മമിത്രം, ഉറ്റമിത്രം. അത്രമാത്രം വലിയ സ്നേഹത്തിന്റെ വലിയ പേരുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ ഒരിക്കലും ചിന്തിച്ചില്ല, എന്തേ, ഞാനൊരു വലിയ പ്രവാചകനല്ലേ, ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്നിൽ നിന്നൊരു പിഴവ് വരെ ഉണ്ടാവില്ല, ഞാൻ പിഴക്കൂല. നമ്മളങ്ങനെയാണ്, ചില ആളുകൾ അങ്ങനെയാണ്. ഞാൻ 2ാം ക്ലാസ് മുതൽക്ക് തൗഹീദ് കേൾക്കൽ തുടങ്ങിയ ആളാണ്, ഞാൻ പാരമ്പര്യമായി മുജാഹിദ, അല്ലെങ്കിൽ ഞാൻ കുറെ കാലമായിട്ട് എണ്ണുന്ന ആളാണ്, ഞാനൊക്കെ ഇനി പിഴക്കേ, എന്നോടൊക്കെ ഇനി തൗഹീദ് പറയേ, എന്നോടൊക്കെ ഇനി ഉപദേശിക്കേ. ചില ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. ഏത് ഇതൊന്നും അങ്ങനെ പറയേണ്ടതൊക്കെ എത്ര കാലം കേട്ടത്, എത്ര കാലം മുമ്പ് കേൾക്കാൻ തുടങ്ങിയത്. ഇനി നമ്മളൊക്കെ പിഴക്കേ, ഇനി നമ്മളൊക്കെ തെറ്റിപ്പോയേ, എന്തായി എന്നും തൗഹീദും ഉത്ബോധനവും കൊണ്ട് നടക്കുന്നത്. അന്താരാഷ്ട്ര ഇന്റർനാഷണൽ വിഷയങ്ങൾ എന്താരും പറയാനില്ലേ? ഈ രാജ്യത്ത് ഫിത്നയുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നിർത്തിക്കൂടെ എന്ന് പറയുന്ന വലിയവന്മാരുണ്ട്. ചിന്തിക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോളം തൗഹീദി രംഗത്ത് ത്യാഗം സഹിച്ച ഒരു മഹാനായ പ്രവാചകൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ? ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്കൊരു നാട്ടിൽ ആദർശത്തിന്റെ ദൃഢീകരണത്തിന് വേണ്ടി പോരാടിയ നേതാവ്, അതെ, നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ എടുത്തെറിയപ്പെടേണ്ടി വരാൻ മാത്രം ജനങ്ങളെ ക്ഷോഭിപ്പിച്ച്, അതെ, ജനങ്ങളുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി തുറന്നു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, അവർക്കൊന്നും തോന്നിയില്ല എന്റെ തൗഹീദ് പഴക്കൂല. അവർക്കും പേടിച്ചു, എന്റെ തൗഹീദും പഴക്കാം, ഞാനും ശിർക്കിലേക്ക് പോകാം. അതുകൊണ്ട് മഹാനവറുകളുടെ പ്രാർത്ഥന എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ ഖുർആൻ പറയുന്നുണ്ട്, വജ്നുബിഹി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. പടച്ച റബ്ബേ, നീ എന്നെ അകറ്റണം, വജ്നുബിഹി, നീ എന്നെ അകറ്റി നിർത്തണം, വബനിയ, എന്റെ മക്കളെയും എന്തിൽ നിന്ന് അകറ്റണം, അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുത്തുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങളിൽ വരരുത് റബ്ബേ. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്. ചില പാരമ്പര്യ മുജാഹിദീങ്ങൾക്ക് ഒരു തോന്നലുണ്ട്, നമ്മളിഞ്ഞ് തൗഹീദൊന്നും കേൾക്കും പറയും പഠിക്കൊന്നും വേണ്ട, നമുക്കൊക്കെ തികഞ്ഞു, ഇനി അതത്ര ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ നിർത്തേണ്ട കാലമായി, നമ്മളൊക്കെ ഇനി പേക്ക്. എടോ, ചിന്തിച്ചു നോക്ക്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോളം ഉയരാൻ കഴിഞ്ഞൊരു നേതാവ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ അഗ്നികുണ്ഡം ഏറ്റുവാങ്ങിയ നേതാവിന് സമാധാനമില്ല. അതുകൊണ്ടാ മഹാനവറുകൾ പ്രാർത്ഥിക്കുന്നത്, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, ഞാനും എന്റെ മക്കളും വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരാതെ രക്ഷിക്കണേ റബ്ബേ. തീർന്നില്ല മഹാനവറുകളുടെ അടുത്ത പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്താ മഹാനവറുകൾ തേടുന്നത്? റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, അല്ലാഹുവേ, എന്റെ റബ്ബേ, നീ എന്ന നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നത്, ഞാൻ നിസ്കാരം എന്നും നിലനിർത്തുന്നവരുടെ കൂട്ടത്തിലാകണം. നമുക്ക് ബേജാറില്ല, ഞാൻ റമളാൻ നിസ്കരിച്ചു, പ്രശ്നമൊന്നുമില്ല, ഞാനതൊന്നും പഴച്ചു പോകില്ല. ഇബ്രാഹിം നബിക്ക് ആ ബേജാറ് തന്നെയാണ്.
എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. എന്നെ മാത്രമല്ല, അവനും ദുരിയത്തി എന്റെ സന്താനങ്ങളിൽ നിന്നും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവണം. ഇതൊക്കെ പറഞ്ഞിട്ടും ഖലീലായ ഇബ്രാഹിമല്ലേ ചോദിക്കുന്നത്, അള്ളാനോടല്ലേ ചോദിക്കുന്നത്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഖലീൽ ചോദിച്ചാൽ പിന്നെ അള്ള തട്ടേ? അങ്ങനത്തെ ഒരു ഉത്സവം ഇബ്രാഹിം നബിയുടെ മനസ്സിലുണ്ടായില്ല. ചോദിച്ച ഉടനെ അവസാനിപ്പിച്ചത് എങ്ങനെയാ പ്രാർത്ഥന? റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ ദുആ കബൂലാക്കണേ റബ്ബേ, ഞാൻ നിന്നോട് തേടിയ തേട്ടം നീ കബൂലാക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ രീതിയാണ്. അതേ പ്രാർത്ഥിച്ചപ്പോൾ പോലും ആ പ്രാർത്ഥന റബ്ബ് കബൂലാക്കുപോയില്ലേ? അതുകൊണ്ട് കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴും മഹാനവറുകൾ അത് തേടി. അള്ളാഹ് പറഞ്ഞിട്ടാണ് കഅബ നിർമ്മിച്ചത്. നിർമ്മിച്ചവർ വലിയ മഹാനായ ഖലീലുള്ളയാണ്, ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. പടച്ച റബ്ബ് പറഞ്ഞിട്ട് ലോകത്തൊരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തത്ര വലിയ ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മം അക്കാലത്ത് ചെയ്തപ്പോഴും ഇബ്രാഹിം നബിയുടെ മനസ്സിൽ തോന്നിയില്ല, ഞാനൊക്കെ ചെയ്തിട്ട് പിന്നെ കബൂലായില്ലെങ്കിൽ പിന്നെ ആര് ചെയ്താലാ കബൂലാക്ക? അങ്ങനെയൊന്നും തോന്നിയില്ല. കഅബ നിർമ്മാണം പൂർത്തിയായപ്പോൾ മഹാനവറുകൾ എന്ത് പ്രാർത്ഥിച്ചു എന്നാ സൂറത്തുൽ ബഖറയിൽ പറയുന്നത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഇത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മുടെ മുൻഗാമികളൊക്കെ പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ 6 മാസം അവർ പടച്ച റബ്ബിനോട് മനമൊരുകി തേടാറുണ്ട് എന്നാണ്. എന്തിനു വേണ്ടി? കഴിഞ്ഞ റമളാനിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറയാൻ. വരുന്നൊരു 6 മാസം ബാക്കിയവര് അടുത്ത റമളാനിൽ ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരണേ അല്ലാഹ് എന്ന് പറയാൻ ശിഷ്ട കാലഘട്ടം അവർ വിനിയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കങ്ങനെ ബേജാറില്ല, നമുക്കങ്ങനെ പ്രയാസമല്ല. എവിടെയോ തകരാറ് സംഭവിക്കുന്നു. നമ്മുടെ മനോവിവരങ്ങളിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടേതായ ചിന്താഗതികളിൽ എവിടെയൊക്കെയോ തകരാറ് സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞപ്പോൾ റമളാനിൽ ഓഫാക്കിയതൊക്കെ ഓണാക്കിയ കുടുംബങ്ങളുണ്ട്. റമളാനിൽ ഓഫാക്കിയത് പലരും 10 മടങ്ങ് വലുപ്പത്തിൽ ഓണാക്കിയ കുടുംബങ്ങളുണ്ട്. ചില വീടുകളിലൊക്കെ റമളാനായപ്പോൾ പലരും ഓഫായിരുന്നു. കുട്ടികൾ ഓൺ ചെയ്യാൻ മുതിർന്നപ്പോഴും വലിയ ഉമ്മമാരും അതേ മുതിർന്നവരുമൊക്കെ മക്കളോട് പറഞ്ഞു, മക്കളെ ഓഫാക്കണം, പരിശുദ്ധ റമളാനാണ്, റമളാനിന്റെ രാത്രിയാണ്, റമളാനിന്റെ പകലാണ്, നോമ്പുകാലമാണ്, അരുത്, അത് കാണണ്ട, ഇത് കേൾക്കണ്ട, ഇതൊന്നും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേണ്ട, നിങ്ങൾ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞവരതാ പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് ഇപ്പോഴുള്ള ജീവിതത്തിൽ വീടുകളിലെല്ലാം ഇതൊന്നും നിർത്തിവെച്ചിട്ടില്ല. അതേ സുലഭമായി ഓടിത്തുടങ്ങി. എവിടെയാ തകരാറ്? എവിടെയാ തകരാറ്? ആ തകരാറാ ആലോചിക്കേണ്ടത്. മഹാന്മാര് പറഞ്ഞു ഒരു സൽക്കർമ്മം അള്ള സ്വീകരിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കാനൊരു മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം? പരിപൂർണമായിട്ട് നമുക്ക് ഉറപ്പാകണമെങ്കിൽ മഹ്ശറിൽ തന്നെ തലം. നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ ഹജ്ജ്, നമ്മുടെ കർമ്മങ്ങൾ അതൊക്കെ സ്വീകരിച്ചോ ഇല്ലേ എന്ന് പരിപൂർണമായി നമുക്ക് ഉറപ്പാകണമെങ്കിൽ പടച്ചതമ്പുരാന്റെ കോടതിയിൽ തന്നെ ചെല്ലണം. അപ്പോഴേ ബോധ്യമാകൂ. എന്നാൽ അതിന്റെ മുമ്പ് തന്നെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ വെച്ച് തന്നെ ഓരോരുത്തരും അവർ ചെയ്ത നിസ്കാരം, അവർ ചെയ്ത നോമ്പ്, അവർ ചെയ്ത ഹജ്ജ് ഇതൊക്കെ കബൂലായിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്താൻ പണ്ഡിതന്മാര് ചില മാനദണ്ഡങ്ങൾ പറയുന്നു. എന്താ മാനദണ്ഡം? ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്താ മാനദണ്ഡം? നിസ്കാരം അല്ല നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം അതേ 5 നേരത്തെ നിസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് നോക്കണമെന്നാണ്. നിസ്കാരത്തിൽ അല്ലാഹുവോട് പറയുന്നതിനോട് യോജിച്ച ജീവിതമാണോ നിസ്കാരത്തിന്റെ പുറത്തെങ്കിൽ ആശ്വസിക്കാൻ നമുക്ക് എന്റെ റബ്ബിന്റെ നിസ്കാരം കബൂലാക്കിയിട്ടുണ്ടാകാം. ഉറപ്പൊന്നുമില്ല, കബൂലാക്കിയിട്ടുണ്ടാകാം. കാരണം നിസ്കാരം എന്തിനാ പ്രിയപ്പെട്ടവരെ നിർവഹിക്കുന്നത്? അതൊരു കേവലം ചടങ്ങായിട്ട് ഒരു നേരം വരുമ്പോൾ എന്തൊക്കെയോ ചെയ്തു ചേർക്കേണ്ടുന്ന അതേ ബാഹ്യമായ എന്തെങ്കിലും ചടങ്ങുകളുടെ പേരല്ലല്ലോ നിസ്കാരം. അതേ നമസ്കാരം എന്ന് പറയുന്നത് അത് നീചവും നികൃഷ്ടവുമായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മനുഷ്യനെ തടയാനുള്ളതാണ് നിസ്കാരം. നിസ്കരിക്കുന്നവനിൽ നിന്ന് ദോഷം
പൊങ്ങച്ചത്തരം ഉണ്ടാകാൻ പാടില്ല. നിസ്കരിക്കുന്നവരിൽ നിന്ന് ശിർക്ക് വരാൻ പാടില്ല. നിസ്കരിക്കുന്നവരിൽ നിന്ന് വരെ മോശപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും വരാതെ അവന്റെ നിസ്കാരം അവനെ കാത്തുരക്ഷിക്കണം. അതിന് മാത്രം നിസ്കാരം വളരണം. നിസ്കാരം സ്വീകരിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ 5 നേരത്തെ നിസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതം നോക്കണം. ആ നിസ്കാരത്തിൽ പറഞ്ഞതിനോട് യോജിച്ച ജീവിതമാണോ? അല്ലാഹുവിനോട് എന്താ പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അതേ പടച്ച റബ്ബിനോട് നമ്മളെല്ലാം പറയുന്നു എന്റെ നമസ്കാരം, അതേ നമസ്കാരമല്ലാത്ത മറ്റനുഷ്ഠാന കർമ്മങ്ങളും, അതുപോലെ തന്നെ വമഹ്യായ എന്റെ ജീവിതം മുഴുവനും, വമമാതി ഞാൻ മരിക്കുന്ന നേരത്തെ എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായിരിക്കും ഞാൻ ജീവിക്കുക. ഇതാ നമ്മൾ പറയുന്നത്. നമ്മളിതാ പറയുന്നത്, അല്ലാഹ് നിനക്ക് പൊരുത്തല്ലാത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല. നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കൂ, നിനക്ക് വേണ്ടി ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യൂ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമേ ഞാൻ ജീവിക്കൂ. നിനക്ക് പൊരുത്തല്ലാത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ കാണില്ല, കേൾക്കില്ല, പറയില്ല, കഴിക്കില്ല, ജീവിക്കില്ല. നിനക്ക് വേണ്ടിയായിരിക്കും. അത് എന്നോട് കൽപ്പിക്കപ്പെട്ട സംഗതിയാണ്. അതിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കൂല. ലാ ശരീക ലഹു, അവന്റെ പങ്കുകാരില്ല. ബിദാലിക ഉമിർതു, ഇക്കാര്യം കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടവനുമാണ്. ഇതെനിക്ക് ബാധ്യതയുമാണ്. വഅന മിനൽ മുസ്ലിമീൻ, അതേ അത് 100% അംഗീകരിച്ച് കീഴ്പ്പെടാനും ഞാൻ സന്നദ്ധൻ തന്നെ. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന കാര്യത്തോട് ജീവിതത്തിൽ നമുക്ക് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കങ്ങനെ ആ പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ? അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്കാരത്തിന് അല്പമെങ്കിലും സ്വീകാര്യത വന്നിട്ടുണ്ടോ എന്ന് സമാധാനിക്കാം. ഇനി നോമ്പ് സ്വീകരിച്ചോ ഇല്ലേ? നോമ്പ് കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയാണെന്ന് നോക്കണമെന്നാണ്. നോമ്പ് കാലത്ത് കൃത്യമായി ജമാഅത്തിന് പള്ളിയിലെത്തി. റമളാൻ കഴിഞ്ഞപ്പോഴോ എന്റെ എല്ലാ പള്ളിയിലും സുബഹിക്ക് സഫിന്റെ എണ്ണം കുറഞ്ഞതോ? നിങ്ങളൊക്കെ സുബഹിക്ക് ജമാഅത്തിന് വരുന്ന പള്ളികൾ പരിശോധിച്ചു നോക്കൂ. റമളാനിൽ എത്രയായിരുന്നു സഫുകളുടെ എണ്ണം? ഇപ്പോൾ എത്രയാണ് സഫുകളുടെ എണ്ണം? എവിടെ പോയി ആളുകൾ? ആ പള്ളിയുടെ പരിസരത്തുള്ള ഫ്ളാറ്റുകളും അതുപോലെ തന്നെ വില്ലകളുമൊക്കെ കാലിയായതാണോ? അല്ല. അന്നത്തെ അതേ ആളുകൾ ഇന്നും അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ അന്നവർ വന്നിരുന്നു. എന്തേ കാരണം? ഒരു ഒഴുക്കിൽ വന്നതാണ്. എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോവുക. എല്ലാവർക്കും വേണ്ടി അവർ വന്നതാ. എല്ലാവരും പള്ളിയിലേക്ക്, ഞാനും പള്ളിയിലേക്ക്. അങ്ങനെ ഒഴുക്കിനനുസരിച്ച് വന്നു. ആ ഒഴുക്കങ്ങൾ തീർന്നപ്പോഴോ ചപ്പു ചവറുകളൊക്കെ കാണാനില്ല. ഈ നീണ്ടവരൊക്കെ പള്ളികളിൽ ബാക്കിയായി. ഈ ഒരവസ്ഥ ഇത് നമ്മെ പിടികൂടുകയാണ്. റമളാനിൽ വലിയ സൂക്ഷ്മതയായിരുന്നു. സിനിമയില്ല, സീരിയലുകളില്ല, നൃത്തങ്ങളില്ല, ഡാൻസുകളില്ല, പാട്ടില്ല, കൂത്തില്ല, പൈശാചിക കൊഴിലോത്തുകളില്ല, ഒന്നുമില്ല. വീടുകളിൽ പെണ്ണുങ്ങളും ആളുകളൊക്കെ ഇത്തിരി ഭക്തിയുള്ളവരൊക്കെ മക്കളോട് പറഞ്ഞു, മക്കളെ ഓഫാക്കൂ റമളാനാണ്. ഇപ്പൊ പറയുന്നു ഓണാക്കൂ ശവ്വാലാണ്. പ്രശ്നമില്ല. ഏത് ദീനായത്? ഇതാര് പഠിപ്പിച്ച ദീനാണ്? റമളാൻ കാലത്ത് ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്? ഒരു തിന്മയുടെ ഏതെങ്കിലും ഒരു കാര്യം കാണാനോ കേൾക്കാനോ പറയാനോ അവസരം വന്നു തീർന്നാൽ റമളാനിന്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും നമ്മെ പഠിപ്പിച്ചതെന്താ? ഇന്നെമ്രും സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് കണ്ടുകൂടെ കേട്ടുകൂടെ പറഞ്ഞുകൂടാ. ഇപ്പോഴോ ഇനിയും നമ്മെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല. ഇനി നമ്മൾ നമ്മെ നിയന്ത്രിക്കേണ്ടത്, ഞാൻ നോമ്പ് എടുത്ത വ്യക്തിയാണ്, ഞാൻ നോമ്പെടുത്തവനാണ്. അതുകൊണ്ട് ഇനി എനിക്കത് കേട്ടൂടാ. ചില മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് കഴിച്ച രോഗികൾക്ക് അതിന് വികാരം വരുത്തുന്ന എത്ര വലിയ മുന്തിയ ഫുഡ്, ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുത്താലും നമ്മൾ പറയുന്നത് എനിക്ക് പറ്റൂല, കഴിക്കാൻ പറ്റൂല, ഞാനിപ്പോ ഗുളിക ഞാനിപ്പോ മരുന്ന് കഴിച്ചുള്ളൂ. എന്താ കാരണം? ആ കഴിച്ച മരുന്നിന്റെ ഫലം നഷ്ടപ്പെടുത്തും ഞാനിപ്പോ ഈ ഫുഡ് കഴിച്ചാൽ. ഇത് നല്ല ബോധം നമുക്കുണ്ട്. എന്തിന്? 10 or 60 കൊല്ലം വരെ സുഖമായിട്ട് ജീവിക്കാൻ ഡോക്ടർ പറഞ്ഞ നിയമമൊക്കെ പാലിച്ച് നമ്മൾ ജീവിക്കും. മധുരം കഴിക്കരുത്? ഇല്ല, മധുരം വേണ്ട. നല്ല പൂതിയുള്ള പായസം വിളമ്പുന്നുണ്ട്, വേണ്ട.
നല്ല ഐസ്ക്രീം കാണുന്നുണ്ട്, വേണ്ട, എന്താ പ്രശ്നം? ഷുഗറാണ്, പ്രയാസാണ്, ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഓ, തയ്യാറാണ്. രാവിലെ ഡോക്ടർ പറഞ്ഞു 5:30 സുബഹീന് കുട്ടിക്കോ, ഡോക്ടർ പറഞ്ഞു 4 മണിക്ക് നീ 1 മണിക്കൂർ ഓടണം. പടച്ചറബ് പറഞ്ഞത് 5:30 മണിക്ക് ബാങ്ക് വെക്കുമ്പോൾ എന്റെ തൊട്ടപ്പുറത്ത് പള്ളിയിൽ 2 മിനിറ്റ് നടന്നു പോയിട്ട് നിസ്കരിക്കണം എന്നാ പറഞ്ഞു. അപ്പോൾ ഇവന് കേൾക്കാൻ ഒഴിവില്ല, ഇവന് താല്പര്യമില്ല, ഇവരൊന്നും തയ്യാറില്ല. ഡോക്ടർ പറഞ്ഞു വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ട്, എന്തോ ഹാർട്ടിന് പ്രശ്നം വരാൻ പോകുന്നുണ്ട്, കൊളസ്ട്രോളിന്റെ അളവിൽ വ്യത്യാസമുണ്ട്, BP ഉണ്ട്, മറ്റേതിന്റെ മറിച്ചേതുണ്ട്, പ്രയാസങ്ങളാണ്, നീക്ക് ഓടണം. രാവിലെ നീക്ക് ഓടുക, നടക്കുന്നില്ല ഓടുക. ചിലര് പാർക്ക് പോയിട്ട് തലകുത്തി മുറിയ, എന്തൊക്കെയാണ് ഓടുന്നു, വളയുന്നു, ചാടുന്നു, തുണിയുന്നു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? يا خادم الجسم كم تسعى لخدمته أتطلب الربح مما فيه خسران. ഓ ശരീരത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന മനുഷ്യ, ശരീരത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യ, നീ എത്ര കാലമാണ് ഈ ശരീരത്തിനു വേണ്ടി ഇങ്ങനെ വലിയ അധ്വാനം നടത്തുന്നത്? ഇതുകൊണ്ട് നിനക്ക് എത്ര കാലമായി ഏറിയാൽ ലാഭം കിട്ടുന്നത്? കുറഞ്ഞ കാലത്തെ ജീവിതത്തിനു വേണ്ടിയല്ലേ ഈ ഓട്ടവും ചാട്ടവും തുന്നലും നിവരലും ഉയരലുമൊക്കെ? പടച്ച റബ്ബ് പറഞ്ഞു, ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കരിക്കാൻ വരൂ. തൊട്ടപ്പുറത്ത് പള്ളിയിലേക്ക് ഓടണ്ട, ഓടാതെ അലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, വളരെ ശാന്തമായി നിങ്ങൾ വിജയത്തിലേക്ക് നടന്നു പോകൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും ഇപ്പോൾ ഫജ്റിന് പള്ളിയിൽ ആളുകളില്ല. എന്താ കാരണം? എന്താ കാരണം? അപ്പോ മാനസികമായിട്ട് വെറുതെ ആ നോമ്പ് നോറ്റെടുപ്പോ നോമ്പൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. കാരണം അന്നുള്ള വർത്തം എന്ന് എപ്പോഴും പറയണം, അന്നത്തെ റമദാനിൽ ഫജ്ർ നിസ്കരിക്കാൻ കൽപ്പിച്ച റബ്ബന്നെയാണ് ഇപ്പോഴും നമ്മളോട് ഫജ്റിനെ വിളിക്കുന്നത്. എന്തേ പോകാത്തത്? എന്തേ അന്ന് ഓണാക്കി ഓഫാക്കിയ പലരും ഇപ്പോൾ വീടുകളിൽ ഓണാക്കാൻ ഉമ്മമാര് ഉപ്പമാര് സമ്മതിക്കുന്നത്? എന്തോ തോന്നിവാസങ്ങൾ വീണ്ടും വീടുകളിലേക്ക് കരിച്ചിറങ്ങി വരുന്നത്? എന്തേ അതിപ്പോഴും വീടുകളിൽ ഇങ്ങനെ തകർത്താടുന്നത്? എന്തേ അക്കാര്യത്തിൽ ഒരു സൂക്ഷ്മതയില്ലാതെ പോകുന്നത്? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ നോമ്പ് കബൂലായിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്ന മാനദണ്ഡമാണ്, നോമ്പ് കബൂലായിട്ടുണ്ടെങ്കിൽ ശേഷമുള്ള ജീവിതത്തിലും ആ ഭക്തി കാണും. ശേഷമുള്ള ജീവിതത്തിൽ ഭക്തിയില്ലയോ, നോമ്പിലെന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. എന്താ മാർഗം? എന്താണ് വഴി? പടച്ച റബ്ബുരാനോട് കരഞ്ഞു പറയാ, റബ്ബേ, എന്തെങ്കിലും പോരായ്മകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം, പൊറുക്കണം, എന്നിൽ നിന്ന് സ്വീകരിക്കണം, എന്റെ ജീവിതത്തെ നന്നാക്കണം. അതാ തുടർച്ചയായി നമ്മൾ തേടുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണം, പ്രദാനം ചെയ്യണം. വജഅൽനാ, ഞങ്ങളെ നീ ആക്കണേ റബ്ബേ ലിൽമുത്തഖീന ഇമാമാ. അതേ, ഭക്തിയുള്ള ആളുകൾക്ക് ഇമാമാകാൻ മാത്രം, ലോകത്ത് ഭക്തിയോടെ എങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങളെ കണ്ട് ആളുകൾക്ക് പഠിക്കാൻ കഴിയണം. അതിന് മാത്രം ഞങ്ങൾ നേതാക്കളാവണം, അതിന് മാത്രം ഞങ്ങൾ മാതൃകാ സമ്പന്നരാവണം. ഇതാണ് മുഅ്മിനീങ്ങളുടെ തേട്ടം. ഖുർആൻ പറയുന്നില്ലേ? നമ്മൾ അങ്ങോട്ടെത്തിയോ? ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെത്തിയോ? ഇല്ല. പരിശുദ്ധ റമളാൻ കഴിഞ്ഞപ്പോഴും റമളാൻ നമുക്ക് ഏറ്റവും പകർന്നു തന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു. ഖുർആൻ ഇറങ്ങിയ മാസമായിരുന്നു, തൗഹീദിന്റെ മാസമായിരുന്നു. ബദർ യുദ്ധം ശക്തമായ നിലയ്ക്ക് പടച്ചതമ്പുരാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ ശക്തമായ ആദർശത്തിന്റെ വക്താക്കൾ ജീവനും രക്തവും ബലിയർപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിലനിർത്തിയതിന്റെ ഓർമ്മ പുതുക്കിയ മാസമായിരുന്നു. ഇപ്പോഴോ ആദർശത്തിൽ ആർക്കെങ്കിലും വല്ല കണിശതയുണ്ടോ? ആദർശത്തിൽ വല്ല കണിശതയുണ്ടോ? ശിർക്ക് ഹോൾസെയിൽ വ്യാപാരം നടത്താൻ വേണ്ടി മീഡിയകൾ മത്സരിക്കാൻ, സമൂഹത്തിന്റെ മുമ്പാകെ പടച്ചതമ്പുരാനിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് പടപ്പുകളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ മാത്രം മനുഷ്യനെ പ്രാപ്തനാക്കുകയാണ് മീഡിയകൾ. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമുദായത്തിലെ ആളുകൾ പോലും എത്ര വലിയ കവറേജാ കൊടുക്കുന്നത്. ഇവർ നോക്കൂ, ഇത് ഇന്നലത്തെ ഒരു പത്രമാണ്. ഇന്നലത്തെ പത്രത്തിൽ കളർഫുൾ ഫോട്ടോയാണ്. ഇതാ കൊടുത്തത്, രാഷ്ട്രപതി അജ്മീർ ദർഗ സന്ദർശിച്ചു. ആരാ സന്ദർശിച്ചത്? രാഷ്ട്രപതി. ഇവർ കേട്ടോളൂ. രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ
അജ്മീറിലെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ഗരീബ് നവാസിന്റെ ദർഗാ ഷരീഫിൽ സന്ദർശനം നടത്തി. ആക്രമണ ഭീഷണി ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനം. അതിന് എന്തിനാ ചെയ്യുന്നത്? കനത്ത രക്ഷാവലയം അതിനല്ലേ അവിടെ പോണത്. കനത്ത രക്ഷാവലയം കിട്ടാണ് അവിടെ പോയി പറയുന്നത്. പിന്നെ കനത്ത രക്ഷാവലയത്തിൽ അവിടെ പോണോ? ശരി, കഥയിൽ ചോദ്യമില്ലല്ലോ. രാജ്യത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ദർഗയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയതായി രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷിതത്വം കൊടുക്കാനെങ്ങനെ അവിടെ കിടക്കുകയാണ് അജ്മീർ ഖാജ. എല്ലാവർക്കും വളരെ സമാധാനം നൽകിയ ശാന്തി സമാധാനത്തെ ദർഗയിൽ നിന്നാണ് അത് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറോളം ദർഗാ ഷരീഫിനകത്ത് ചെലവഴിച്ച പ്രതിഭാ പാട്ടീൽ മക്ബറക്കുമേൽ ചാദർ വിരിക്കുകയും ദർഗയിലേക്ക് സംഭാവന അർപ്പിക്കുകയും ചെയ്തു. ചാദർ വിലക്കുക, കബറ് പച്ചപ്പട്ടുകൊണ്ട് മൂടുക. അങ്ങനെ കബറ് ജാറം മൂടി വായിക്കുന്ന മലയാക്കന്മാരിങ്ങനെ വെളിയിലുണ്ടായപ്പോ കണ്ടോ, നമ്മുടെ നാട്ടിലെ ഒരു 4 മുർച്ചുന്തി മുജാഹിദിന് കബറിന്മേൽ പട്ടുപോടൽ ശിർക്ക, ജാറത്തിലേക്ക് ശാന്തിയും സമാധാനവും തേടിപ്പോകൽ ശിർക്ക. ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ വനിതയ്ക്ക് പോലും ഉള്ള ഈമാൻ ഈ മൗലവിമാർക്ക് ഇല്ലാതെ പോയല്ലോ. മൗലവിമാർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുമ്പോൾ. കാരണം അവിടുത്തെ ആശ്വസിക്കൽ ആർക്ക് വേണ്ടെങ്കിലും കണ്ടോ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ പ്രഥമ വ്യക്തിക്ക്. അതുകൊണ്ട് അവിടെ അജ്മീറിൽ പോയിട്ട് പ്രത്യേകമായിട്ട് ചാദർ പതിപ്പിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തിയ സംസാരത്തിൽ രാജ്യത്ത് സഹോദരത്തിനും സഹവർത്തിത്വത്തിനും ഏകതക്കും പ്രാർത്ഥിച്ചതായും, ഞാൻ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി ആശിച്ചതായും രാഷ്ട്രപതി വ്യക്തമാക്കി. ദർഗ സന്ദർശിക്കുമ്പോഴൊക്കെ തനിക്ക് ശാന്തിയും സമാധാനവും അനുഭവപ്പെട്ടിട്ടുള്ളതായി രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. എന്ത് മെസ്സേജാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്? ഇത് കൊടുത്തൊരു ചന്ദ്രിക. ഞാൻ ചന്ദ്രികയുടെ വിരോധിയൊന്നുമില്ല, ഞാൻ ലീഗ് വിരോധിയല്ല. ജീവിതത്തിൽ അധികാരം വോട്ട് ചെയ്യാൻ അനുഭവം ഉണ്ടായിട്ടില്ല. ചെയ്തപ്പോ ലീഗിനെ ചെയ്തിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്യുള്ളൂ. അത് വേറെ കാര്യം. ഞാൻ ലീഗ് വിരോധിയല്ല എന്ന് പറയാൻ വേണ്ടിയാ, അതാരും പറയാതിരിക്കാൻ വേണ്ടിയ. പക്ഷെ ഇത് സമ്മതിക്കൂല, ഇത് പറ്റൂല. നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ കൊടുത്തത്? നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ കളർഫുൾ ചിത്രത്തിലൂടെ ലോകത്തിന്? ഇത് വായിക്കുന്ന മനുഷ്യൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് അയാൾ ചിന്തിക്കുന്നത്? ഇന്ത്യ രാജ്യത്തിലെ ഒരു പ്രഥമ വ്യക്തിക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും കേന്ദ്രമായി അജ്മീർ ദർഗ തോന്നിയെന്നും അവിടെ പോയി ചാദർ പുതപ്പിച്ചു, കബർ പട്ടുമൂടിയെന്നും അതിന് വലിയ രൂപത്തിലുള്ള സ്വീകരണം അജ്മീർ ദർഗയിലെ ആളുകൾ നൽകിയെന്നും എല്ലാ വർഷവും അജ്മീർ ദർഗയിലേക്ക് ചാദറയക്കാരുള്ള രാഷ്ട്രപതി ദർഗയോടുള്ള തന്റെ ആദരവ് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ മടങ്ങിയത് എന്നൊക്കെ പറയുമ്പോ എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ചന്ദ്രികക്കാരെ നിങ്ങളിത് കൊടുത്തത്? ഇതൊന്നും സാമുദായികമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഇസ്ലാമികമായിട്ട് ഒരു മനുഷ്യന് സമാധാനം എവിടെയാണ് കിട്ടേണ്ടത്? എവിടെ നിന്നാണ് സമാധാനം കിട്ടേണ്ടത്? എവിടെ നിന്നാണ് ശാന്തി കിട്ടേണ്ടത്? ദർഗയിൽ പോയിട്ടാണോ ശാന്തി തേടേണ്ടത്? ദർഗയിലാണോ സമാധാനം കിട്ടേണ്ടത്? പറ. നോമ്പ് നോറ്റ മുസ്ലിം പറ. ബദരീങ്ങളുടെ പേരിൽ യുദ്ധം കൊള്ളുന്ന മുസ്ലിമെ പറ. എന്തായിരുന്നു അബൂജഹലിന് കുഴപ്പം? എന്തായിരുന്നു ഉത്ബത്തിന് കുഴപ്പം? എന്തായിരുന്നു ശൈബത്തിന് കുഴപ്പം? പടച്ചറവല്ലാത്തവരെയും പടച്ചറവിന്റെ കൂടെ വിളിച്ചു തേടിയ ആ രൂപത്തിലുള്ള കഠിനമായ മുശ്രിക്കുകളുടെ ആദർശങ്ങളിലേക്ക് സമുദായത്തിന്റെ പേരിൽ കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. വിനയത്തോടെ എല്ലാവരോടും അതേ പറയാനുള്ളൂ. പടച്ചറവിന്റെ ഒരു വാചകമുണ്ട്, അല്ലദീനാമനൂ, ഈമാനുണ്ടോ? ഈമാനുണ്ടോ? വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമേ കൽബുകളിൽ ശാന്തിയുണ്ടാകൂ, സമാധാനമുണ്ടാകൂ. അലാ, അറിഞ്ഞുകൊള്ളണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ആശ്വാസവും അടക്കവും സമാധാനവും ശാന്തിയുമൊക്കെ കിട്ടുന്നത് പടച്ച റബ്ബിൽ നിന്നാണ്. ഒരു ദർഗയിൽ പോയിട്ട് മഹാന്മാരുടെ സമീപത്ത് പോയിട്ട് ജാറം മൂടിയാലോ അവരോട് തേടിയാലോ സമാധാനം കിട്ടുകയില്ല. സമാധാനം കിട്ടാൻ പടച്ച റബ്ബ് നിശ്ചയിച്ച കേന്ദ്രം അവൻ മാത്രമാകുന്നു. ഇത് ലോകത്തിന് പകർന്നു കൊടുക്കേണ്ട ആളുകൾ വലിയവന്മാര് ചെയ്ത വമ്പിച്ച പൊട്ടത്തരങ്ങൾ കളർഫുൾ ഫോട്ടോയും കൊടുത്ത് പൂക്കൊട്ടയും ചുമന്ന് ദർഗയിലേക്ക് പുഷ്പഹാരം നടത്താനുള്ള പൂക്കൊട്ടയുമായി കളർഫുൾ ഫോട്ടോ നൽകിയാൽ എന്ത് മെസ്സേജാണ് മുസ്ലിമേ ഇത് വായിക്കുന്ന വായനക്കാരിൽ ഉണ്ടാക്കുന്നത്? പടച്ച റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. എന്തുമാവാമെന്നായി തീർന്നിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ല.
ആരെയും ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തങ്ങൾ പാപ്പയാണ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് തങ്ങൾ പാപ്പ. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം? എവിടേക്കാണ് ഈ സമുദായം പോകുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഹ്ലു ബൈത്തിന്റെ പേരിൽ അതിലേക്ക് ചേർത്ത് പറയുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിന്തിക്ക് ഈ സമുദായം ഇങ്ങോട്ട്. ഇതാരും വിളിച്ചു പറയാനില്ലേ? അരുതെന്ന് പറയാൻ ആരുമില്ലേ ഈ ലോകത്ത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കിന്റെ ഒരൊറ്റ ഉത്സവത്തിലും അവിടുന്ന് പങ്കെടുത്തിട്ടില്ല. ഒരൊറ്റ ഉത്സവത്തിലും. നബുവത്തിന്റെ മുൻപും അവിടുത്തെ ശൈലി അതാണ്. ഒരാളുടെയും ഉത്സവങ്ങളിലും ആചാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഇരുന്ന് കൊടുത്തിട്ടില്ല. നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് അറിയാതെ ഏതോ ഒരു വേദിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന്റെ മുൻപുള്ള ജീവിതകാലത്ത് അറിയാതെ ഒരു വേദിയിൽ എങ്ങനെയോ എത്തിപ്പെട്ടു. പടച്ച റബ്ബ് മഹാനവറുകളെ ഉറക്കിക്കളഞ്ഞു. മഹാനവറുകൾക്കൊന്നും കാണേണ്ടി വന്നില്ല. നബുവത്തിന്റെ മുമ്പ് പോലും പരിപാലനത്വം കാത്തുസൂക്ഷിച്ച നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തിന്റെ കാര്യം വരുമ്പോൾ അവിടുന്ന് എല്ലാ രൂപത്തിലുള്ള ആളുകളെയും സ്നേഹിച്ചയാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് യഹൂദിയുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, യഹൂദിയുമായി ഇടപാട് നടത്തിയിട്ടുണ്ട്, ഇസ്രായേലുകളുമായി ബന്ധം നടത്തിയിട്ടുണ്ട്, ഇസ്രായേലുകളുമായിട്ട് പല കാര്യങ്ങളിലും അവിടുന്ന് സഹകരിച്ചിട്ടുണ്ട്, മുശ്രിക്കുകളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ജാതിയും മതവും നോക്കാതെ സഹായിച്ചിട്ടുണ്ട്. ആദർശത്തിന്റെ കാര്യമെത്തിയപ്പോൾ പുന്നാര നേതാവിന് ഒരൊറ്റ മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് മതം, എനിക്കെന്റെ മതം. എന്താ ഇതിലൊരു തകരാറ്? മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ്, മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് ചെണ്ടയടിക്കുന്ന, കുഴൽ വിളിക്കുന്ന, അതേ തുള്ളി ചാടിക്കളിക്കുന്ന ആഘോഷങ്ങളെ കള്ളന്മാരെന്ന് പറയുന്ന അഹ്ലുബൈത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ ആ ആഘോഷങ്ങളെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുമ്പോൾ സമുദായമേ ലജ്ജിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിലേക്ക് പേര് ചേർത്തി പറയുന്ന ആളുകൾക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു? നിങ്ങൾ ചിന്തിക്കണം. ഇതാരെയെങ്കിലും വിമർശിക്കാൻ വേണ്ടി പറയല്ല. ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? ചങ്ങലയ്ക്ക് പോലും ഭ്രാന്ത് പിടിച്ചാൽ ഭ്രാന്തന്മാരെ തളച്ചിടാനുള്ള മാധ്യമമാണ് ചങ്ങല. ആ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ പടച്ച റബ്ബേ, ഇനി ആരെയാ ചികിത്സിക്കേണ്ടത്? എന്താണ് ഇനി ചികിത്സ? അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇങ്ങനെയുണ്ടോ ഒരു മതസൗഹാർദ്ദം? അവനവന്റെ ആദർശത്തെ കൊണ്ടും കൊടുക്കും, മറ്റുള്ളവന്റെ ആദർശത്തിലേക്ക് ചേക്കേറിക്കൊണ്ടും അവരവരുടെ ആദർശങ്ങളെ കാത്തുസൂക്ഷിക്കാതെ ആദർശവും എല്ലാവും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തട്ടിക്കളിക്കുന്ന വികലമായ വിശ്വാസത്തിന്റെയും വികലമായ ആചാരങ്ങളുടെയും വികലമായ രൂപത്തിലുള്ള ധർമ്മങ്ങളുടെയും അവസ്ഥയിലേക്ക് സമുദായത്തിന്റെ നേതാക്കന്മാരൊരിക്കലും എത്തിപ്പടരുതായിരുന്നു. സങ്കടം കൊണ്ട് പറയാൻ ആരാ ഇതൊക്കെ പറയാൻ? വലിയവന്മാരല്ലേ, അവരെയൊന്നും പറഞ്ഞുകൂടന്നല്ലേ കിട്ടൂരമുള്ളത്? അങ്ങനെയുണ്ടോ? നമ്മൾ മനസ്സിലാക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിൽ, ബദരീങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, പരിശുദ്ധ റമളാനിൽ ആർജിച്ചെടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് വീര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തെ തകരാൻ അനുവദിക്കരുത്. ഖുർആനിന്റെ പ്രഭാഷകന്മാര് പോലും ജനങ്ങളെ പറഞ്ഞു ശിർക്കിലേക്ക് എത്തിക്കുന്ന കാലഘട്ടമാണ്. ഈ അടുത്ത് അരയിടത്ത് കാലത്ത് കോഴിക്കോട് അരയിടത്ത് കാലത്ത് ഒരു ഖുർആൻ പ്രഭാഷകൻ, ഈ ഖുർആൻ പ്രഭാഷകന്റെ ഖുർആൻ പ്രഭാഷണം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ഖുർആനിൽ അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് പടച്ചതമ്പുരാനിലേക്കല്ല എന്നെത്തുന്നത്. അയാളൊരു ഉദാഹരണം പറയുകയാണ്, രസകരമായ ഉദാഹരണം. കടലിലെ സമ്പത്താണ് വിഷയം. സമുദ്രത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഫ്രഷായ മാംസം തരുന്നു, പടച്ചവൻ തരുന്ന അനുഗ്രഹങ്ങൾ പറയാൻ വായത്ത് പറയുന്ന കൂട്ടത്തിൽ മുപ്പര് പറയാൻ, കടലിലെ സമ്പത്തുക്കളിൽ ഏറ്റവും നല്ല ഫ്രഷായൊരു മാംസമാണ് മത്തി. കേരളത്തിൽ നല്ല ലോകത്ത് രുചികരമായ മത്തി കിട്ടുന്നത് 2 സ്ഥലങ്ങളിലാണ് പോലും. അത് പ്രസംഗിക്കുന്നത്. ഒന്ന് കേരളം, മറ്റൊന്ന് ഒമാൻ. കേരളത്തിൽ രുചികരമായ മത്തി കിട്ടുന്നത് പോലെ ലോകത്ത് കിട്ടുന്നത് ഒമാനിലെ മത്തിക്കാണ്. അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? കേരളത്തിലെ ഒരു വലിയ ഒമാനിൽ പോയി മരണപ്പെട്ട് ഒമാനിന്റെ കടൽ തീരത്ത് മഹാനവറുകളുടെ ജാറമുള്ളതുകൊണ്ട് ഒമാനിലെ കടലിലെ മത്തിക്കും കേരളീയ രുചിയാണെന്ന് പറയാൻ മാത്രം അത് പതിച്ചുപോയി ഈ ഖുർആൻ പ്രഭാഷകൻ. ചിന്തിച്ചു നോക്കണം.
മനസ്സിലാക്കണം. ഖുർആനായത്തോടിയിട്ട് പറയുന്നു ഒമാനിലെ മത്തിക്ക് രുചി കൂടാനും അവിടെ മത്തിണ്ടാനും കാരണം കേരളത്തിലെ ഔലപ്പാപ്പാന്റെ ജാറും ഒമാനിന്റെ കടൽ തീരത്തുണ്ട് പോലും. എന്തോ ഒരു സാമൂതിരിയുടെ പേരും പറഞ്ഞു. ആലോചിച്ചു നോക്കൂ. സമുദ്രത്തിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുള്ള സമുദ്രത്തിലെ സമ്പത്തിനെ പോലും മഹാന്മാരുടെ ആളുകളായ ആളുകളുടെ ദർഗയും ജാറങ്ങളുമുള്ളതുകൊണ്ട് ജാറങ്ങളും ദർഗകളും ഉണ്ടെങ്കിൽ പരിസരത്ത് മുഴുവനും നമ്മുടെ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് അനുഗ്രഹം തേടിക്കൊണ്ട് ദർഗയിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന ദുഷിച്ച മെസ്സേജ് പകരാനാണ് ഇത്തരത്തിലുള്ള ഖുർആൻ പ്രഭാഷകന്മാർ 10,000ങ്ങളുടെ മുമ്പിലുള്ളവരുടെ സമയങ്ങൾ വിനിയോഗിക്കുന്നതെങ്കിൽ എവിടേക്കാണ് ഈ സമുദായം പോകുന്നത്? മുസ്ലിമിനെ ചിന്തിച്ചു നോക്കിയോ, ആലോചിച്ചു നോക്കിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണെന്നറിയോ? അശ്ശിർക്കു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ശിർക്ക് കടന്നു വരിക എങ്ങനെയാണെന്നോ? അഖ്ഫാ മിൻ ദബീബിൻ നംലത്തിസ് സൗദാ, കറുത്ത കട്ടുറുമ്പിന്റെ വരവിനേക്കാൾ ഗോപ്യമായിട്ട് ശിർക്ക് കടന്നു വരും. എവിടെ? കറുത്ത പ്രതലത്തിൽ. എപ്പോൾ? കൂരാകൂരിട്ടുള്ള രാത്രിയിൽ മൂന്നും കറുപ്പ. കൂരാകൂരിട്ടുള്ള രാത്രിയിൽ കറുകറുത്ത പാറക്കെട്ടിനിടയിലൂടെ ഒരു കറുത്ത കട്ടുറുമ്പ് അരിച്ചു വരുന്നത് ആർക്ക് കാണാനാകും? അതിനേക്കാൾ അതിനേക്കാൾ ഗോപ്യമായി ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞ ഓരോ പ്രവചനങ്ങളും സദഖ റസൂലുള്ളാഹി സത്യമായി ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ശിർക്കിലേക്ക് ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ കൊണ്ടുപോകുന്ന പ്രഭാഷകന്മാർ, ശിർക്കൻ പ്രവർത്തനങ്ങൾക്ക് വലിയ കവറേജ് കൊടുക്കുന്ന രൂപത്തിലുള്ള മീഡിയകൾ, അവർക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനം നൽകുവാൻ എമ്പാടും ആളും അർത്ഥവും ആളുകളുമുണ്ട്. എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ആലോചിക്കണം. നമ്മൾ ഇതിനാണ് നോമ്പെടുത്തത്? ഇതിനാണ് ഖുർആൻ ഓതിയത്? ഇതിനാണ് ബദറിന്റെ വീര്യം പറഞ്ഞത്? ഇതിനാണോ വലിയ മഹാന്മാരുടെ ചരിത്രം നമ്മൾ അയവിറക്കിയത്? ചാട്ടവാറടികൾ അതേ ഏറ്റവും വലിയ ചൂടുള്ള മണൽച്ചിട്ടയിൽ കിടത്തിയിട്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ചുട്ടുപഴുത്ത നിലക്കിട്ടുകൊണ്ട് ചാട്ടവാറ് കൊണ്ടടിച്ചപ്പോഴും ബിലാൽ റളിയല്ലാഹു തആല ഉയർത്തിയത് അഹദ് എന്ന മുദ്രാവാക്യമായിരുന്നു എന്നതിന്റെ പേരിൽ ഊക്കം കൊള്ളുന്നവരാണ് മുസ്ലിം. വെറുതെ പറയാനും പ്രസംഗിക്കാനും ഉള്ളതല്ല. ഇവിടെയൊക്കെ ജീവിതത്തിൽ വേണത്. ആദർശത്തിന്റെ കാര്യത്തിൽ എനിക്ക് കണിശതയുണ്ട്. ആ ബോധമാണ് നമുക്ക് പകർന്നുതന്നത്. അതാണ് നോമ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമെങ്കിൽ ഇത് അങ്ങോട്ടുള്ള ജീവിതത്തിലും അത് നിലനിൽക്കണം. അതിന് ഖുർആനിന്റെ പഠനം നടക്കണം. ഇവിടെ ഖുർആനിന്റെ പഠനം നടക്കുമ്പോഴും ഹൃദയത്തിൽ പിടിച്ചിട്ടുള്ള ക്ലാവുകളും കറകളും നീങ്ങിപ്പോകും. وَدَوَاءُ قَلْبٍ خَمْسَةٌ فَتِلَاوَةٌ بِتَدَبُّرِ الْمَعْنَى وَلِلْبَطْنِ الْخَلَاء وَقِيَامُ لَيْلٍ وَالتَّضَرُّعُ بِالسَّحَرِ وَمُجَالَسَةُ الصَّالِحِينَ الْفُضَّلَاء. മനുഷ്യ, നിന്റെ ഹൃദയത്തിന് ഇങ്ങനെ രോഗം ബാധിക്കുമ്പോൾ, ഹൃദയത്തിൽ ശിർക്കും കുഫറും ഹസദും അതുപോലെയുള്ള ഏതെല്ലാം വൃത്തികെട്ട സ്വഭാവങ്ങൾ ചെറുതും വലുതുമായ രോഗങ്ങളുണ്ടോ അത് മനുഷ്യന്റെ മനസ്സിൽ പിടിമുറുക്കാതിരിക്കാൻ ആ ഹൃദയത്തിന് ഇടയ്ക്കിടയ്ക്ക് ചികിത്സ കൊടുത്തോ. ആ ചികിത്സയിൽപ്പെട്ട ഒന്നാമത്തെ ചികിത്സ എന്താണ്? അതേ തിലാവത്തുൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണേ. ഖുർആനാണ് ഏറ്റവും വലിയ ചികിത്സ. റമളാൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും എടുത്തു വെച്ചു. റമളാൻ കഴിഞ്ഞ ആർക്കും വലിയ ബന്ധമൊന്നുമില്ല. ഖുർആൻ റമളാൻ കഴിഞ്ഞാലും നമ്മുടെ വഴികാട്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഗ്രന്ഥമാണ്. എപ്പോഴും പാരായണം ചെയ്യണം. ഇപ്പൊ എല്ലാവരും ഒന്ന് സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്ക്. റമളാൻ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ ഖുർആൻ ഓതുന്നുണ്ടോ? എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നുണ്ടോ? എത്ര ഓടുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ എന്താ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? നമ്മുടെ മുൻഗാമികൾ ഖുർആൻ കേട്ട് കരഞ്ഞത് അതിന്റെ ഈണം കേട്ട് കരഞ്ഞതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ഖുർആൻ ഓതുമ്പോ റഹ്മത്തിന്റെ ആയത്ത് വരുമ്പോ ഓത്തുനിർത്തിയിട്ട് റഹ്മത്തിനെ ചോദിക്കും. അദാബിന്റെ ശിക്ഷയുടെ ആയത്ത് വരുമ്പോ ഓത്തുനിർത്തിയിട്ട് ആ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ റബ്ബേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കും. നമുക്കങ്ങനെ അനുഭവമുണ്ടോ? നമുക്കത് തിരിയണ്ടേ? ഇപ്പൊ റഹ്മത്തിന്റെ കാര്യം പറയുന്നത് നമുക്ക് മനസ്സിലായാലല്ലോ ഓത്തുനിർത്തിയിട്ട് അത് ചോദിക്കാം. ഇപ്പൊ
അദാബിന്റെ കാര്യമാണ് അള്ള പറയുന്നതെന്നത് മനസ്സിലായവർക്കല്ലേ അത് നിർത്തിയിട്ട് അതിൽ നിന്ന് കാവൽ തേടാനാകൂ. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണ്ടേ? ഒരായത്ത് കേൾക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ അതിൽ അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം ഒരു ധാരണയാണ് നമുക്ക് വേണ്ടേ? അവർ ഖുർആൻ പഠനത്തിന് ചേരണ്ടേ? ഈ ശബ്ദം ശ്രവിക്കുന്ന എത്ര ആൾ ഖുർആൻ വിദ്യാർത്ഥികളുണ്ട്? എത്ര ആളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ വിദ്യാർത്ഥികൾ? പരിശോധിച്ചു നോക്കണം, സ്വന്തത്തോട് ചോദിക്കണം. എന്തും പഠിക്കാൻ നമുക്ക് നേരല്ല, ഖുർആൻ പഠിക്കാൻ മാത്രം വിളിച്ചാൽ നമുക്ക് നേരല്ല. എല്ലാ സെന്ററുകളിലും ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആളുകളെ അതിനുവേണ്ടി വിളിക്കുന്നുണ്ട്, ഉസ്താദുമാര് തയ്യാറായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആളുകളെന്തേ കുറയുന്നു? ഖുർആൻ പഠിക്കാൻ മാത്രമെന്തേ മനുഷ്യർക്ക് ഇത്ര വിന്നിഷ്ടം, വെറുപ്പ്, മടി, അലർജി? ഈമാനില്ല. ഖുർആൻ ഓതാന പോലും അറിയില്ല. തെറ്റുകൂടാതെ ഖുർആൻ ഓതൽ നിർബന്ധമല്ലേ? والأخذ بالتجويد حتم لازم من لم يجوز القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. തെജീദനുസരിച്ച് വൃത്തിയായി തെറ്റുകൂടാതെ ഖുർആനോദൽ നിർബന്ധമാണ്. കാരണം തെറ്റുകൂടാത്ത നിലയ്ക്ക് എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത് അതേ രൂപത്തിലാണ് ഇലാഹായ റബ്ബുൽ ആലമീൻ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്തിച്ചു കൊടുത്തിട്ടുള്ളതും. അത് അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടതുണ്ട്, നിലനിൽക്കേണ്ടതുണ്ട്. അതിന്റെ പാരായണം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. തെറ്റിപ്പാരായണം ചെയ്താൽ ഹറാമാണ്, പടച്ച റബ്ബിന് എന്ന ശിക്ഷയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കും, എനിക്ക് ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അറിയോ? സ്വന്തത്തോട് ചോദിക്കും, ഖുർആൻ ഓതാൻ അറിയോ? ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ അറിയോ? മഹ്മൂദി അലൈഹിന്നല്ലേ പലരും ഓടുന്നത്, മഹ്മൂദി ഐന് പറയാൻ അറിയാത്തവർ. ഇയ്യാക നഅ്ബുദു, നഅ്ബുദു പറയുന്ന ആളുകൾ ഐന് പറയാൻ അറിയില്ല. ഇയ്യാക നസ്തഈൻ, നസ്തഈൻ ഐന് പറയാൻ അറിയില്ല. ഇഹ്ദിന സിറാത്ത, സിറാത്ത പറയാൻ അറിയില്ല. മുസ്തഖീം, മുസ്തഖീം പറയാൻ അറിയില്ല. നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കിയാൽ നടക്കൂ. അതന്നെ പ്രയാസം, അതന്നെ പ്രശ്നം. അറബി ഭാഷയുടെ പ്രത്യേകത എന്താ പറയുമോ? ഒരു പുള്ളി പോയാൽ അർത്ഥാൻ മാറും. ഒരു പുള്ളി പോയാൽ അർത്ഥാൻ മാറും. ഇന്നൊക്കെ അന്തൽ ഖല്ലാഖ് എന്ന് അല്ലാഹുവോട് പറയുന്നു, നമ്മൾ പടച്ചവരെയാണ്, എല്ലാത്തിന്റെയും സൃഷ്ടാവ്. ആ ഖായുടെ പുള്ളി ഒന്ന് മാറ്റിയിട്ടൊന്ന് വായിച്ചു പറഞ്ഞു, ഇന്നൊക്കെ അന്തൽ ഖല്ലാഖ്, അല്ലാഹ് ഇത് മുന്തിയ ബാർബറാണ്, എന്റെ മുന്തിയ മുഖമടിക്കാരനാണ്. ഒരു പുള്ളിയാ പോയത്, വേറൊരു മാറ്റമൊന്നുമില്ല. ഹായിന്റെ മുകളിലുള്ള പുള്ളി പോയപ്പോൾ അർത്ഥത്തിന് മാറ്റം വരുന്നു. നമ്മുടെ സമുദായം ആലോചിക്കണം, എന്ത് പഠിക്കാൻ നമുക്ക് നേരിണ്ട്? മണിമണിയായിട്ട് എല്ലാ പത്രമൊക്കെ വായിച്ചു തീർക്കും. നമ്മൾ രാവിലെ ഒരു പത്രം കിട്ടിയ അതിന് മുമ്പിൽ ഇത്തികാഫാണ്. ന്യൂസ് അവറിന്റെ മുമ്പിൽ കേട്ടതന്നെ കേൾക്കണം. എന്നാലും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതന്നെ പിന്നെയും പറയണത്. എന്നാലും പിന്നെ എന്താ, എന്തെങ്കിലും ഒന്ന് എനിക്ക് മിസ്സാവണ്ട. ആ ന്യൂസിൽ പറയാത്ത ഒരല്പെങ്കിലും ഞാൻ പറഞ്ഞോട് പറഞ്ഞാലോ എന്നിട്ട് നമ്മൾ അതും കേൾക്കുക. എത്ര സമയം, എല്ലാത്തിനും നമുക്ക് ടൈമുണ്ട്. ഖുർആൻ പഠിക്കാൻ മാത്രം നമുക്ക് ടൈമില്ല. എല്ലാ ടൈമും നമുക്ക് തീർന്ന് ഒരല്പം ടൈം എനിക്ക് കിട്ടിയാൽ പഠിക്കായിരുന്നു എന്ന് കൊതിക്കുന്ന ഒരു നേരം നമുക്ക് വരാനുണ്ട്. അത് മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുമ്പോഴാണ്, അവിടെ കിടന്നു കൊടുക്കുമ്പോഴാണ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ. റബ്ബേ, ഒരല്പസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിച്ചു തന്നാൽ, നേരമില്ലെന്ന് പറഞ്ഞിരുന്ന എനിക്കൊരൽപ്പം നേരം തന്നാൽ ഞാൻ നന്നായി കൊള്ളാം, ധർമ്മം ചെയ്തു കൊള്ളാം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. പക്ഷേ പടച്ച റബ്ബ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഒരു രക്ഷയുമില്ല, ഒരു നിലത്തും പടച്ച റബ്ബ് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തു തരില്ല. നമ്മൾ ശരിക്കും ആലോചിക്കണം. റബ്ബി രുജൂൻ, വാഹുവേ നീ എന്നെ ഒന്ന് മടക്കി തരണമേ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണെന്നല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതവർ പറയുന്നവർ കേവലം വർത്തമാനം മാത്രമായിരിക്കും. പടച്ച റബ്ബ് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. മടങ്ങിപ്പോകാനുള്ളത് അവർക്ക് ബർസഖിലേക്കാണ്, ഖബർ ജീവിതത്തിലേക്കാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ വേണ്ടത്? ഈ ഖുർആൻ
ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം. നമ്മുടെ ഹൃദയത്തിനുള്ള ചികിത്സയാണ്. അതുപോലെ തന്നെ ചികിത്സയാണ് എന്റെ ഇടയ്ക്കിടെ സുന്നത്തിന് മുമ്പുകൾ എടുക്കൽ. ഇപ്പോഴും ശവ്വാല് തീർന്നിട്ടില്ല. ശവ്വാലിലെ ഒരു 6 ദിവസത്തെ നോമ്പ് ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും തുടർന്നുകൊണ്ട് ശവ്വാലിൽ 6 ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ 1 വർഷം നോമ്പെടുത്തതിനെ പോലെയാണെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ശവ്വാലിലെ 6 നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ മുമ്പിൽ ശവ്വാലിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. ഈ മാസം തീരുന്നതിന്റെ മുമ്പേ നമ്മൾ നോമ്പെടുത്തോളണം. വലിയ പുണ്യമുള്ള സംഗതിയാണ്. ചുരുക്കി പറയുന്നത്. അപ്പൊ ഇപ്പോഴും നമുക്കതിന് അവസരമുണ്ട് പ്രിയപ്പെട്ടവരെ. ശവ്വാലിലെ 6 നോമ്പിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായി കഴിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയുന്നത്ര എല്ലാ നിലക്കും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് ഈ മാസം തീരുന്നതിന്റെ മുമ്പ് 6 നോമ്പ് നമ്മൾ എടുത്തു വീട്ടിയാൽ നമുക്ക് ഏറ്റവും വലിയ പുണ്യമാണത്. അതുപോലെ നമുക്ക് എന്നും റമളാനിന്റെ ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈലിൻ, രാത്രിയിലെ നമസ്കാരം. ചില ആളുകൾ വിചാരിച്ച എന്താണെന്നറിയോ? ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10-ൽ ഇശാനിസ്കാരം കഴിഞ്ഞിട്ട് തറാവീഹ് നടന്നിട്ട് വേറൊന്ന് നിസ്കരിച്ചിട്ട് പിന്നൊന്ന് പോയി കിടന്നുറങ്ങിയിട്ടോ സറ പറഞ്ഞിരുന്നിട്ടോ പിന്നെ കുറച്ച് രാത്രി വൈകിയിട്ട് പിന്നെ പോയിട്ട് നിസ്കരിക്കുന്ന 8-11 റക്അത്ത് നിസ്കാരത്തിന്റെ പേരാകുന്നു ഖിയാമുൽ ലൈൽ എന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനൊരു ഖിയാമുൽ ലൈൽ ഇല്ല. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരമാണ്. ഇത് നമുക്ക് റമളാനിൽ മാത്രം ഉള്ളതുമല്ല. അല്ലാഹുവിന്റെ റസൂല് മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്ത കാലത്തും അവിടുന്ന് 11-നേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു. അപ്പോ റമളാൻ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഈ നിസ്കാരമുണ്ട്. അത് നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഫജ്ർ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോൾ നിങ്ങൾ നിർവഹിക്കുക. 3, 5, 7 എത്രയാണ് പതിവാക്കാൻ കഴിയുക എങ്കിൽ അത് പതിവാക്കലാണ് ഏറ്റവും പുണ്യമായത്. അഹബ്ബുദ്ദീനി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതുവമോ നിത്യമായി ചെയ്യുന്നതാണ്. വൈൻ കല്ല, അളവെത്ര കുറഞ്ഞാലും ശരി എന്നും നിസ്കരിക്കണം. പക്ഷേ കുറവാണെങ്കിലും ചെയ്യുന്നതെന്നും ചെയ്യാം. ഒഴിവാക്കരുതെന്ന്. പോലീസ് നിസ്കരിച്ചു പിന്നാണ്ട് ഒഴിവാക്കുക, അങ്ങനെ പറ്റില്ല. അത് ഒഴിവാക്കണം. മറിച്ച് എപ്പോഴും ചെയ്യാൻ കഴിയാവുന്ന ചുരുങ്ങിയത് 3 റക്അത്താണ്, എന്നാൽ ഒന്നും ചെയ്യാം. അത് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ് എഴുന്നേൽക്കും ഫജ്റിന്റെ മുമ്പ് എന്ന് വരികയാണെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതേ സഹറ്, രാവേറെ ചെല്ലുന്ന നേരത്ത്, രാവേറെ കഴിയുന്ന നേരത്ത് അല്ലാഹുവിനോട് മനമൊരുകിക്കൊണ്ടുള്ള തേട്ടം വളരെയേറെ പ്രാധാന്യമുള്ള തേട്ടമാണ്. അതും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അത് റമളാനിൽ മാത്രമല്ല, പടച്ച റബ്ബനാ നമ്മുടെ ദുആഇനെ കബൂലാക്കാൻ വേണ്ടി അതേ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ, ഞാൻ ഉത്തരം തരാം. ആവശ്യങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നൽകാമെന്ന് പറയുന്ന അല്ലാഹു ഏറ്റവും ഒരുങ്ങി തയ്യാറാകുന്ന നേരമാണ് രാത്രിയുടെ അവസാന സമയങ്ങൾ. അത് റമളാനിൽ മാത്രമല്ല, ഇക്കാലത്തും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി പറയട്ടെ, നല്ലവരായ സാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ഇടയ്ക്കിടെ വേദി പങ്കിടണം. നമ്മുടെ ഹൃദയത്തിന് രോഗം വരാതിരിക്കാനുള്ള മാർഗ്ഗം നല്ല സദസ്സുകളിൽ പോവുക, നല്ലത് കേൾക്കുക, എപ്പോഴും നല്ലവരുമായിട്ട് ബന്ധപ്പെടുക, നല്ലവരുമായിട്ട് സഹവാസം ഉണ്ടാക്കുക, ദുഷിച്ച സന്ദർഭങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ദുഷിച്ചവരുടെ കൂടെ നിന്ന് അകന്നു നിൽക്കുക. അങ്ങനെയൊക്കെ നല്ലതുമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ സത്യവിശ്വാസിയോടല്ലാതെ നീ കൂട്ടുകൂടരുതെന്ന് ഇസ്ലാം പറഞ്ഞില്ലേ? അതെ, അതിലൂടെ മാത്രമേ സമാധാനം മനസ്സുണ്ടാവുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ റമളാനിൽ നേടിയ ചൈതന്യത്തെ നിലനിർത്തുവാൻ സാധിച്ചു എന്ന് സമാധാനിക്കാം. അതില്ലയോ പരിശോധന നടത്തിയിട്ട് പോരായ്മകൾ നികത്തിയിട്ട് റമളാനിന്റെ ചൈതന്യം കെടാതെ ഏതവസരത്തിലും മരണം വരെ എന്റെ യഥാർത്ഥത്തിലുള്ള തഖ്വാബോധം ഞാൻ നിലനിർത്തേണ്ടതുണ്ട് എന്ന ബോധത്തെ നമ്മുടെ മനസ്സിൽ എപ്പോഴും മരക്കി തുറപ്പിച്ചുകൊണ്ട് അത് നിലനിർത്താൻ റബ്ബിനോട് എപ്പോഴും തേടുകയും ചെയ്തുകൊണ്ട് യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ
നിന്റെ ആദർശത്തിൽ എന്റെ കൽബിനെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് സമാധാനം തരും, ശാന്തി തരും, അതേ തഖ്വ തരും, നല്ല മരണം തരും, നല്ല അവസാനം തരും, നല്ലവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കും. സർവശക്തൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മയും ഇവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും ഇസ്ലാമികമായ നിയമാവലികളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد. والسلام عليكم ورحمه الله وبركاته.